തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് പാർലറിലാണ് ഞാനിപ്പോൾ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഒരുപാട് നാളത്തെ ആഗ്രഹ സബലീകരണം. ഞാനിപ്പോൾ മുട്ടയാടാ. പോകാം വീഡിയോയിലേക്ക്. ജീവിതത്തിലെ ഈ ചെറിയ ചെറിയ വലിയ സന്തോഷങ്ങളല്ലേ എല്ലാം, അതങ്ങ് നടക്കട്ടെ. വെട്ടട്ടെ? ചേരുവോ? എന്റെ ഫോട്ടോസിലും വീഡിയോസിലും ഞാൻ എപ്പോഴും മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടാണ് മുടി അഴിച്ചിട്ട് ഇങ്ങനെ ഇടും. ഇതാണ് എനിക്ക് ചേരുന്നത് എനിക്കറിയാം. പക്ഷേ കോവിഡിന് ശേഷം മുടി കൊഴിഞ്ഞു എന്ന് ഞാൻ മുമ്പും നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പരിചരണത്തിലായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. പഴയ ഒരു ആഗ്രഹം പൊടി തട്ടി എടുത്താൽ എന്താന്ന് ചിന്തിച്ചു വേഗം അത് മാറിപ്പോകുന്നതിന് മുമ്പ് എത്രയും വേഗം പാർലറിലേക്ക് ഓടി. ഇത്രയും മുടി വളർന്നെ കാണണമെങ്കിൽ 1-2 വർഷം പിടിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കാണണേ. 2 വർഷമൊക്കെ എടുക്കും. ഇത്രയും വളരെ അത്രയും സമയം എടുക്കും. ഓരോരുത്തരുടെ മുടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചായിരിക്കും. അല്ല, അന്ന് ആ ലോക്ക്ഡൌൺ ടൈമില് കുറെ എണ്ണ അതൊക്കെ അപ്പോഴും ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു. പെട്ടെന്ന് ഗ്രോ ചെയ്തു. വയസ്സാകുന്നില്ലേ, പഴയ പോലെ അല്ലല്ലോ. പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നേ. എന്റെ ആഗ്രഹം മുഴുവൻ ഞാൻ തീർക്കുന്നത് എന്റെ മോളുടെ മുടിയിലാണ്. അവൾക്ക് മുടി വളർത്താൻ ഇഷ്ടം. പക്ഷെ ഞാനാണ് മുടി വെട്ടാൻ കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോയി കട്ട് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചേരുവോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ജിനോ പറയുന്നത് ചേർത്തില്ല. എന്റെ മുഖം ഇങ്ങനെ കുറച്ച് ഉരുണ്ട മുഖമായത് കാരണം എനിക്ക് ചേരൂല എന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഞാൻ ചെയ്യാൻ പോവാണ്. പിന്നെ ഇപ്പൊ എനിക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടോ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ട് ഞാൻ പോകുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ അത് കാരണം കുറച്ചുകൂടെ വട്ടം നമുക്ക് കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. എന്റെ കുറെ കാര്യങ്ങളാണ്. എന്തായാലും ഞാൻ മുടി വെട്ടാൻ തന്നെ തീരുമാനിച്ചു. ഇതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും ഞാൻ സ്വയം നേരിടും. പിന്നെ ഞാൻ വെട്ടിക്കോട്ടെ. നിന്റെ തലമുടി നീ വെട്ട്. അത്രേ ഉള്ളൂ. കമന്റ് ഇടാൻ പോകുന്ന ചേട്ടന്മാരുടെ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ തല, എന്റെ മുടി, എന്റെ ഇഷ്ടം. ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. നമുക്ക് ചിലപ്പോൾ ഉള്ളത് 1 മിനിറ്റ് ആയിരിക്കും. ചേച്ചിക്ക് ഇഷ്ടമാണോ എനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞത് എന്റെ ഈ ഫ്രണ്ടാണ്, അമ്മാണ്. അമ്മയുടെ ശരിക്കുള്ള പേര് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പേര് സ്മൃതി. സ്മൃതി, അതെനിക്ക് അറിയായിരുന്നു. ചേച്ചിയുടെ ഫേസ് കുറച്ച് ചബ്ബി ആയതുകൊണ്ട് തീരെ ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ ഫേസ് കുറച്ചുകൂടെ ചബ്ബി ആയിട്ടിരിക്കും. ഹെയർ കുറവുള്ള പോലെ തോന്നുന്നു. അതുകൊണ്ട് അതിനനുസരിച്ച് ഫേസിനെ ഒന്ന് ചബ്ബിനെസ് തോന്നിക്കാത്ത രീതിയിലാണ് ഇന്ന് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, എന്റെ മുടി വെക്കി ഇനി പെട്ടെന്ന് ഉണങ്ങൂടാ. എനിക്ക് സമയം വേണ്ടടാ. ഞാൻ പൊളിക്കാൻ പോവാടാ. പക്ഷെ ഈ ഹെയർ കട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം വരാൻ പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് മുടി ഇത്രയും നീളത്തിലോട്ട് വരില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. മുടി വെട്ടാൻ ഈസിയാണ്. ഇതുപോലെ വളർത്തിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ചിലപ്പോൾ അത് എല്ലാവർക്കും അല്ലേ, ബാക്കി എല്ലാവരുടെയും കമന്റുകളാണ് നമ്മൾ അങ്ങനെ തളർത്തി കളയുന്നത്. അങ്ങനെ തളരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ മുടി വെക്കും. ഇതൊക്കെ കാണുന്നുള്ളൂ പിന്നീട്. ഇനി മുടി വെട്ടണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ജിനോ എന്തായിരിക്കും പറയുന്നത്? നിനക്ക് അങ്ങനെ തന്നെ വേണം. നിന്നോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല. ചേരില്ലായിരിക്കും. ഇതിന്റെ ഭവിഷ്യത്തുകളെല്ലാം നീ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ കുറെ പേർക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് സൂചിപ്പിക്കാം എനിക്ക് മുടി വെട്ടണം എന്ന്. അപ്പോഴെല്ലാം അവര് നിരുത്സാഹപ്പെടുത്തി വിടും. ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ മുടി വെട്ടാൻ പോവാണ് എന്ന് പറയാതെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പം ഉറപ്പായിട്ടും അവരെല്ലാം ഞെട്ടും. എന്തായാലും മോള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഇന്ന് ഞെട്ടും. എന്തായാലും അവളുടെ അടുത്ത് എനിക്ക് പറയാം, അവളുടെ മുടിയെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുടി വെട്ടിയത്. കുഞ്ഞിയുടെ ഹെയർ കട്ട് ഒന്ന് കാണിച്ചു കൊടുക്കോ? മുടി വെട്ടി കുറെ നാളിന് ശേഷം ദുബായിലേക്ക് പോയ ഹെയർ സ്റ്റൈലിസ്റ്റിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മുടി ആണ് അല്ലേ? ഗൾഫ് തന്നെയല്ലേ ദുബായ്? രണ്ടും ഒന്നല്ലേ? ആ സ്ഥലത്തേക്ക് പോയ ജിനോയുടെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈലിസ്റ്റ് തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിൽ അപ്പൊ ഒരു 28 ദിവസം മുമ്പ് മുടി വെട്ടിയിരുന്നിട്ടും ജിനോ വീണ്ടും മുടി വെട്ടിയടാ. കാണിച്ചു കൊടുക്കൂ. സുന്ദര മുഖം കാണിച്ചു കൊടുക്കൂ. സുന്ദരമേ നീ. എന്റെ മുടി എപ്പോഴും നിറയെ എണ്ണയായിരിക്കും. വാഷ് ചെയ്യുന്ന ആൾക്കാരും വെട്ടുന്ന ആൾക്കാരും ഒക്കെ സാധാരണ ഒരുപാട് പണി വിടാറുണ്ട്. ചേച്ചി മുടിയിൽ എണ്ണ ഉണ്ടല്ലേ എന്ന് ചോദിക്കും. സംഭവം അവര് ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ എണ്ണ തേക്കുന്നതല്ല. എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ട്. അപ്പൊ എണ്ണ കുറച്ച് കുറവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തലവേദന വരും. അതിന്റെ മാനസികമായ പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
സംഭവം അതാണ്. എണ്ണ വേണം, എണ്ണ ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണല്ലോ. ശീലത്തിന്റെ ആയിരിക്കും, പക്ഷെ ആ ശീലം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. വെറുതെ കുറച്ച് എണ്ണ തേച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. ചേച്ചി ഒന്ന് വീഡിയോ മാറ്റാൻ ഞാനൊന്ന് ഇടയ്ക്ക് കഴിയട്ടെ. അമ്മുവിന്റെ തമാശ. ഒരാളെന്റെ അടുത്ത് പിടഞ്ഞു. ആരാണെന്നറിയോ? അന്നക്കുട്ടിയോട് ഞാൻ വാക്ക് പറഞ്ഞതാണ്, മക്കളെ നമ്മൾ ഒരുമിച്ച് ബോയ്ക്കട്ടെ. അന്നക്കുട്ടി ബോയ്ക്കട്ടല്ലേ? അല്ലല്ല, കുറച്ചും കൂടി ഉണ്ട്. മക്കളെ ക്ഷമിക്കൂ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് നേരത്തെ പുറപ്പെടേണ്ടി വന്നു, 1/2 മണിക്കൂർ മുമ്പ്. നിനക്ക് കൂട്ട് ഞാൻ വരും ഉറപ്പായിട്ടും കേട്ടോ. നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊണ്ടുവന്ന് മുടി വെട്ടിക്കും. ക്ഷമിക്കും. അല്ലല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് ജിനോട്, കുഞ്ഞിന്റെ സഹായത്തോടു കൂടി നമ്മൾ വന്ന് മുടി വെട്ടും. ഇപ്പൊ വെട്ടും. വെട്ടി വെട്ടുകയാണ്. നമ്മളെപ്പോ വെട്ടും. ഒരു തരം, 2 തരം വെട്ടിടാ. വെട്ടാൻ പോവാണേടാ. ഇന്നൊന്നും തിരിച്ചു പോക്കില്ല കേട്ടോ. വെട്ടി, അതാ വെട്ടിടാ. താങ്ക്സ്. മുഞ്ചമ്മ പാവങ്ങളെല്ലാം തിരിതോടെ. എനിക്ക് ഭയങ്കര നല്ല സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയം പക്ഷെ എല്ലാം മാറി. കുഴപ്പമില്ല. അല്ല പിന്നെ ദേഷ്യം വരൂലേ? കുറെ നാളായി. പറ്റ വെട്ടണം. എന്താ നീ കുഞ്ഞിന്റെ മുഖത്തിന് മാറ്റം? ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അച്ചു എങ്ങനെയുണ്ട്? എന്തായാലും അമ്മന് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കട്ട റിസ്ക് ആണ്. എല്ലാരും ഒന്ന് താഴെ ഒന്നും കമന്റ്. വെട്ടുന്നത് എന്റെ മുടിയായതുകൊണ്ടും അമ്മൂനത് ടെൻഷൻ ആയതുകൊണ്ടും അല്ല, വീഡിയോ എടുക്കുന്ന ടെൻഷൻ ആയതുകൊണ്ടും തൽക്കാലം വീഡിയോക്ക് നമ്മൾ ബ്രേക്ക് ഇടുകയാണ്. വെട്ടിയതിന് ശേഷം ഇനി കാണാം കേട്ടോ. മുടി വെട്ടിയത് പാളിപ്പോയെന്ന് വിചാരിച്ച് കരയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുറച്ചു മുമ്പ് നമ്മൾ ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ എരിച്ചില് കാരണം കണ്ണ് നിറഞ്ഞു വരുന്നതാണ് കേട്ടോ. മുടി വെട്ടി ഏകദേശം ഇതുവരെ എത്തുമ്പോൾ ഒരു സന്തോഷം തോന്നും. അത് വെട്ടിയാലേ മനസ്സിലാവും. വേണമെങ്കിൽ വെട്ടി നോക്കിക്കോ. ചേട്ടാ, നമ്മുടെ ശബ്ദം എന്താ ഇങ്ങനെ? കുഞ്ഞി ഞാനും ഒരുപോലെ കൊള്ളാല്ലേ? അങ്ങനെ നമ്മൾ മുടി വെട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. മുടി മൊട്ടയടിച്ചിരിക്കുന്നു. മൊട്ടയല്ല, ഏകദേശം അതിൻ്റെ അടുത്ത്. അതിങ്ങനെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി കൈ കൊണ്ട് ഇങ്ങനെ കോതി മെലുക്കി. ഒരു രസം തന്നെയാണ്. ചിലർക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, എനിക്കറിയാം. പക്ഷെ എന്നാലും കൊള്ളൂല ചേച്ചി എന്ന് കമന്റ് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഇഷ്ടമായോ വീഡിയോ? പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ. അവർക്കും ചിലപ്പോൾ ഒന്നും മുടി വെട്ടണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയിലാണ് ഇരിക്കുന്നതെങ്കിലോ ഇതൊരു ഊർജമായിക്കോട്ടെ അല്ലേ? താങ്ക് യു. ബൈ.